ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ഭാഗം വരെ എടുത്തത്? മാൻപേടകളുടെ ഭാഗം അല്ലേ. മാൻപേടകൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? പാതി തുറന്ന കണ്ണുകളാണ് മാൻപേടകളുടെ, സുന്ദരിമാരുടെ കണ്ണുകളാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു? പാതി വിരിഞ്ഞ കണ്ണുകളുമായിട്ട് അവർ കൃഷ്ണന്റെ ചുറ്റും എങ്ങനെയാണ് വന്ന് നിന്നത് എന്നുള്ള ഭാഗം തൊട്ട് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കിക്കോളൂ. മാൻപേഴുന്ന ചില മാൻപേടകളെല്ലാം ചാമ്പി മയങ്ങിയ കൺമിഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ടിഷ്ടത്തിലമ്പോടു വട്ടത്തിൽ മേവിതേ പെട്ടെന്നപ്പോൾ അവരെന്ത് ചെയ്തു? കൃഷ്ണന്റെ ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ നിന്നിട്ട് എങ്ങനെയാ നിന്ന്? കണ്ണെങ്ങനെയാ? അങ്ങനെ അങ്ങനെ ഒട്ടൊട്ടും ഇങ്ങനെ ചിമ്മിക്കൊണ്ട് കൃഷ്ണന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ നിന്നു അല്ലേ. അതുവരെയല്ലേ നമ്മളെടുത്തത്? നോക്കിക്കോളൂ. കർണങ്ങളാലൊന്നു തിണ്ണം കൂലംബിച്ചു കണ്ണൻ കൂഴൽക്കു കൊടുത്തു ചെമ്മേ എന്ന് പറഞ്ഞെന്താ? കർണം എന്ന് പറഞ്ഞെന്താ? ചെവി. കർണങ്ങളാലൊന്നു തിണ്ണം കുലംബിച്ചു. തിണ്ണം എന്ന് പറഞ്ഞാൽ വേഗം എന്നൊക്കെ അർത്ഥം. അവർ ചെവി മെല്ലെ അങ്ങനെ അങ്ങനെ കുലുക്കിയിട്ട് എന്ത് ചെയ്തു നോക്കൂ? കണ്ണൻ കുഴൽക്കു കൊടുത്തു ചെമ്മേ എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ ആ വേണുഗാനത്തിന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെവി ഇങ്ങനെ കുലുക്കിയിട്ട് കൃഷ്ണന്റെ പാട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിന്നു വരും. വായ്ക്കൊണ്ട് പുല്ലെല്ലാം പാതിച്ച വച്ചങ്ങു വായിക്കുന്ന മെയ്യിലൊഴുക്കി നിന്നു. ഈ പശുക്കള്, ആടുകള്, മാനുകളൊക്കെ ഇങ്ങനെ അയവിറക്കണുണ്ടല്ലേ, ഇങ്ങനെ വായിൽ ഇങ്ങനെ പുല്ല് കടിച്ച് കടിച്ച് ഇങ്ങനെ ഇരിക്കണുണ്ടല്ലേ, അയവിറക്കാന്ന് പറയും. അപ്പം അതുപോലെ തന്നെ മാനുകളും ഇങ്ങനെ അയവിറക്കണം. വയലൊക്കെ നിറച്ച് പുല്ലുണ്ട്. പക്ഷെ കൃഷ്ണന്റെ ഈ മധുരമായിട്ടുള്ള ആ വേണുഗാനം കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ പുല്ല് പോലും ചവയ്ക്കാൻ മറന്നിട്ട് അങ്ങനെ വായ തുറന്ന് ഇങ്ങനെ കൃഷ്ണന്റെ പാട്ട് കേട്ട് നിന്നു. അപ്പോൾ വായന്ന് ഇങ്ങനെ എന്തുണ്ട്? ആ ജലം ഉണ്ടല്ലോ, അതിങ്ങനെ ഒഴുകി വരെ മേലൊക്കെ അങ്ങനെ നനഞ്ഞു. ആരുടെ? ഈ മാനുകളുടെ. വായ്ക്കൊണ്ട് പുല്ലെല്ലാം പാതിച്ച വച്ചങ്ങു വായിക്കുന്ന മെയ്യിലൊഴുക്കി നിന്നു. പകുതി ചവച്ചിട്ടുള്ള പുല്ലാണ്, അത് ബാക്കി ചവയ്ക്കാൻ ഇങ്ങനെ മറന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ നിന്നു. അപ്പോൾ ആ വായിന്ന് വരുന്ന ജലമൊക്കെ ഇവരുടെ മേലൊക്കെ ആകെ നനഞ്ഞു ഒഴുകിയിട്ട്. കൈതവ മറ്റു താൻ കൈ തുടർന്നു ചിലർ പൈതങ്ങളെയും മാറന്നു ചെമ്മേ. ചില ആളുകൾ എന്താ ചെയ്തെന്നറിയോ? ചില മാനുകള് ഒരു കള്ളത്തരവും ഇല്ല, അത്രയും നിഷ്കളങ്കരാണ് മൃഗങ്ങളല്ലേ. അവരെന്താ ഒരു കള്ളത്തരവും ഇല്ലാണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അങ്ങോട്ട് മറന്നു. അമ്മമാര് കുഞ്ഞുങ്ങളെ മറക്കില്ല പൊതുവെ അല്ലേ. അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടാവില്ലേ സ്വന്തം മക്കളെ. ഈ മാൻപേടകൾ എന്ത് ചെയ്തു? ഈ കൃഷ്ണന്റെ പാട്ട് കേട്ടപ്പോൾ സ്വന്തം പൈതങ്ങളെ കൂടി അങ്ങ് മറന്നുപോയി. എൻ്റെ മോനെ, എൻ്റെ കുട്ടി അവിടെ നമ്മളിങ്ങനെ പേടിക്കുക. അതുപോലും മറന്നു. എൻ്റെ അടുത്ത് കുഞ്ഞുണ്ടോ അതുപോലും നോക്കാൻ മറന്നു. ആര്? മാൻപേടകൾ. കൃഷ്ണന്റെ ആ മധുരമായിട്ടുള്ള വേണുഗാനത്തിൽ ഇങ്ങനെ ലയിച്ചിട്ട് പുല്ല് പോലും ചവയ്ക്കാൻ മറന്ന് മക്കളെ പോലും മറന്ന് അവരിങ്ങനെ അതിലിങ്ങനെ ലയിച്ചിങ്ങനെ നിന്നു. ചിത്രത്തിൽ ചേർത്തു ചമച്ച കണക്കെയ നിശ്ചലമായൊരു മിയുമായി തേനുറ്റ ഗാനത്തെ കേട്ടു തുടങ്ങിയതങ്ങാനന്ദ ബാഷ്പമൊഴുക്കി മെല്ലെ. ഒരു ചിത്രത്തിൽ ചേർത്തു ചമച്ച കണക്കയെ നിശ്ചലമായൊരു മെയ്യുമായി എന്നുള്ളത്. ചിത്രത്തിലും ഇങ്ങനെ വരച്ച പോലെ, ചിത്രത്തിൽ ചിത്രങ്ങളിലത്തെ ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ നടക്കുമോ ചെയ്യോ? ഇല്ലല്ലോ, നിശ്ചലമായിട്ട് നിൽക്കല്ലേ ചെയ്യുള്ളൂ ചിത്രം. അതേപോലെ തന്നെ ഇവർ പാട്ടിങ്ങനെ കേട്ടിട്ട് ഈ മൃഗങ്ങളെയൊക്കെ നിശ്ചലരായിട്ട് നിന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അനക്കം പോലും ഇല്ലാണ്ട് ഇങ്ങനെ കൃഷ്ണന്റെ പാട്ടിൽ ഇങ്ങനെ ലയിച്ച് ആനന്ദ ബാഷ്പം ഒഴുക്കി നിന്നു. എന്താ? തേനുറ്റ ഗാനത്തെ, തേൻ പോലെ മധുരമായിട്ടുള്ള ആ ഗാനം കേട്ടിട്ട് ആനന്ദ ബാഷ്പം ഒഴുക്കി നിന്നു. നമുക്ക് ബാഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുനീര്. നമുക്ക് നല്ല സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ മാത്രമല്ല, നല്ല ആനന്ദ കണ്ണീരെന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ല സന്തോഷം വരുമ്പോഴും നമ്മളെ കണ്ണിന്ന് വെള്ളം വരും. കൃഷ്ണന്റെ ഈ മധുരമായിട്ടുള്ള വേണുഗാനം കേട്ടിട്ട് അവർക്കൊക്കെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നും. അപ്പോൾ സന്തോഷം തോന്നിയപ്പോൾ ഒരു കണ്ണിന്ന് ഇങ്ങനെ ബാഷ്പം, കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. ആനന്ദ ബാഷ്പാണത്. മുല്ല തുടങ്ങിന വല്ലികളോരോന്നേ വല്ലവി വല്ലഭൻ പാടുന്നേരം മെല്ലന്നീറങ്ങി മരങ്ങളിൽ നിന്നങ്ങു പല്ലവ മാണ്ടുതൻ മുന്നിൽ ചെന്നു. അവസാന വള്ളികളാണ് മുല്ലവള്ളി. വള്ളികൾ എന്താ ചെയ്യാൻ? പടർന്നു പോണതാണ് മുല്ലവള്ളികൾ അല്ലേ. സ്വന്തം ഓരോ മരമുള്ളിക്ക് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറുന്നതാണ് മുല്ലവള്ളി. അപ്പം ഈ മുല്ലവള്ളികൾ എന്താ ചെയ്തതെന്നറിയോ? കൃഷ്ണന്റെ ഈ വേണുഗാനം കേട്ടിട്ട് മരത്തിന്റെ മേലെ നിന്നൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട്
പല്ലവം തന്നെ തളിരുമായിട്ട് കൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്നു മുല്ലവള്ളികൾ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ 8 വരി എന്താ, രാഗങ്ങൾ ഓരോന്നേ തൊട്ടിട്ട് ആനനം തങ്കലേ ചെന്നു പുക്കു വരെ 8 വരി നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. വളരെ സിമ്പിളായിട്ട് ഈസി അല്ലേ, വരികളൊക്കെ ബുദ്ധിമുട്ടുള്ള വരികളൊന്നുമില്ല. അപ്പോൾ 8 വരി നന്നായിട്ട് എഴുതി പഠിക്കുക. നോട്ടും എന്താ പറയുക അക്ഷരത്തെറ്റില്ലാണ്ട് എഴുതണം, ടെസ്റ്റ് പേപ്പറും എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി കാണാം. നന്ദി, നമസ്കാരം.